ഹലോ മക്കൾസ്, ബാബു സാറാണേ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മക്കളെ, നമ്മുടെ പരീക്ഷയിൽ SSLC ഫൈനൽ എക്സാമിനേഷൻ ഉറപ്പായും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വിശേഷൺ ശബ്ദ കോൺ സാഹ എന്നുള്ളത്. ഉറപ്പായി ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾ ഏതൊക്കെ നമുക്ക് ഒരു കാരണവശാൽ നഷ്ടപ്പെട്ടു പോയത് മാർക്ക് ഏതൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം. മക്കളെ, ചോദ്യം ഇതാണ്: വിശേഷൺ ശബ്ദ കോൺ സാഹെ. ഇവിടെ കൊടുത്തിരിക്കുന്നു ടൂട്ടാ പഹിയ. ടൂട്ടാ പഹിയ എന്നുള്ളതിലെ വിശേഷണം എന്താണ്? ടൂട്ട എന്നാണ്. അപ്പൊ എന്താണ് വിശേഷണം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഏതെങ്കിലും വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ സ്ഥലത്തിൻ്റെയോ സാധനത്തിൻ്റെയോ ഒക്കെ ഗുണമോ ദോഷമോ മറ്റെന്തെങ്കിലും ഭാവങ്ങളോ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ വിശേഷണം എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ നല്ല കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ടാവും, ചിലപ്പോൾ ചീത്ത കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ടാവും, ചില ഭാവങ്ങളെ പറ്റി പറയുന്നുണ്ടാവും. അങ്ങനെ ഏതെങ്കിലും വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ സ്ഥലത്തിൻ്റെയോ സാധനത്തിൻ്റെയോ ഗുണത്തെ പറ്റിയോ ദോഷത്തെ പറ്റിയോ മറ്റേതെങ്കിലും ഭാവങ്ങളെ പറ്റിയോ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് വിശേഷണം എന്ന് പറയുന്നത്. ഇതൊരു നൗണല്ല, ഇതൊരു സാധനമേ അല്ല. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഇവിടെ നോക്ക്, നമുക്കിവിടെ നിന്ന് ടൂട്ടാ പഹിയ എന്നാണ്. ഇവിടെ പഹിയ എന്ന് പറയുന്നത് ചക്രമാണ്, അതൊരു വസ്തുവിൻ്റെ പേരാണ്, അതൊരു നൗണാണ്. എന്നാൽ ടൂട്ട എന്ന് പറഞ്ഞാൽ പൊട്ടിയ എന്ന് പറയുന്നൊരു സാധനമില്ല, അതൊരു വസ്തുവിന് പറ്റുന്ന തകരാറിന് നമ്മൾ പറയുന്ന പേരാണ് ടൂട്ട എന്നുള്ളത്. അപ്പോൾ ഒരു വസ്തുവിൻ്റെ ക്വാളിറ്റിയാണത്. ഗുഡ് എന്നോ ബാഡ് എന്നോ ഒക്കെ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് നമ്മൾ ടൂട്ട എന്നുള്ളത്. അപ്പോൾ ടൂട്ടാ പഹിയ എന്ന് പറഞ്ഞാൽ അതിൽ ടൂട്ട എന്നുള്ളതാണ് അതിൻ്റെ വിശേഷണ ശബ്ദം. ഇനി ഒരു എളുപ്പമാർഗം പറഞ്ഞുതരാം. ഇതുപോലെ രണ്ട് വാക്ക് തന്നതിന് ശേഷം അതിലെ വിശേഷണം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കൊന്നും അർത്ഥം മനസ്സിലായില്ലെങ്കിൽ പോലും നമ്മൾ ടെൻഷൻ അടിക്കേണ്ടതില്ല. ആദ്യം തന്നിരിക്കുന്ന വാക്കായിരിക്കും അതിൻ്റെ അകത്തുള്ള വിശേഷണം. അപ്പോൾ ടൂട്ടാ പഹിയയിലെ ആ വിശേഷണം ഏതാണ്? ടൂട്ട എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ബൂഡ മല്ലാഹ് എന്ന് പറയുന്നതിലെ വിശേഷണം ഏതാ? വൃദ്ധനായ മല്ലാഹ്, തോണിക്കാരൻ. അതിൽ ഏറ്റവും വിശേഷണമായ വാക്ക് ഏതാണ്? മല്ലാഹ് എന്ന് പറയുന്നൊരു വ്യക്തിയാണ്, ഒരു തോണിക്കാരനാണ്, ആണ്. എന്നാൽ ബൂഡ എന്ന് പറയുന്നത് വൃദ്ധനായി എന്നുള്ളതാണ്. അപ്പോൾ ബൂഡ എന്നുള്ളത് വിശേഷണമാണ്. നീലി സ്യാഹി, അതിൻ്റെ അകത്തുള്ള വിശേഷണം ഏതാണ്? സ്യാഹി എന്ന് പറയുന്ന ഒരു വസ്തുവാണ്, ഒരു സാധനമാണ്, ദ്രവ്യമാണ്, അത് എന്താണ്? മഷിയാണ്. എന്നാൽ നീലി എന്ന് പറയുന്നത് കളറാണ്. അപ്പോൾ അതൊരു ക്വാളിറ്റി പറയാൻ ഉപയോഗിച്ച വാക്കാണ്. അപ്പോൾ നീലി എന്നുള്ള വിശേഷണം. അടുത്തത് പത്തല ആത്മി. ആത്മി എന്ന് പറഞ്ഞാൽ മനുഷ്യനാണ്, പക്ഷെ പത്തല എന്ന് പറഞ്ഞാൽ മെലിഞ്ഞ എന്നാണ്. മെലിഞ്ഞ എന്ന് പറയുന്ന സാധനമില്ല, പക്ഷെ എന്തെങ്കിലും വസ്തു മെലിഞ്ഞതാണെന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ അതിൽ പത്തല എന്നുള്ളത് വിശേഷമാണ്. ചോട്ടാ ബച്ച. ബച്ച എന്ന് പറഞ്ഞാൽ കുട്ടിയാണ്, ചോട്ട എന്ന് പറഞ്ഞാൽ ചെറുതു എന്നാണ്. ചെറുതു എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ചോട്ട എന്നുള്ളതാണ് വിശേഷണം. അടുത്തത് നൈ പുസ്തക്. അതിൻ്റെ അകത്ത് ഏതാണ് വിശേഷണം? നൈ, പുതിയത് എന്ന് പറയുന്ന വാക്കാണ്. അടുത്തത് പീലേ ഫൂൽ, മഞ്ഞപ്പൂവ്. അത് നമ്മൾ ഹിമാലയത്തിലെ പാടമൊക്കെ ബന്ധപ്പെട്ട് പഠിക്കുമ്പോഴാണ്, വസന്ത മേരെ ഗാവ് പാട് പഠിക്കുമ്പോഴാണ് വരുന്നത്. പീലേ ഫൂൽ, മഞ്ഞപ്പൂവ്. അതിൽ പീല എന്ന് പറയുന്നതാണ് കാല, കറുപ്പ്, ലാൽ, ചുവപ്പ്, സഫേദ്, വെളുപ്പ്, പില, മഞ്ഞ, ഹര, പച്ച, നീല, നീല, ഭയങ്കര വെറൈറ്റി. എല്ലാ കളറുകളും അഡ്ജക്റ്റീവാണ്, വിശേഷണങ്ങളാണ്. അടുത്തത് ദുരൂഹ ചക്രവ്യൂഹ്. ഇത് ദുരൂഹ ചക്രവ്യൂഹത്തിലെ വിശേഷണം ഏതായിരിക്കും? ദുരൂഹം, ഊഹിക്കാൻ പറ്റാത്തത് എന്നാണ്. സാരേ കിലൗനെ. കിലൗനെ എന്ന് പറഞ്ഞാൽ കളിപ്പാട്ടമാണ്. അപ്പോൾ അതിൽ വിശേഷണം ഏതാണ്? സാരേ, മുഴുവൻ എന്ന് പറയുന്നതാണ്. അപ്പോൾ രണ്ട് വാക്ക് തന്നാൽ നമുക്ക് ഒന്നാമത്തെ വാക്കായിരിക്കും സ്വാഭാവികമായിട്ടും വിശേഷണമായിട്ട് വരിക. അങ്ങനെയാണ് നോക്കുന്നത്. ഭയാനക പങ്ക്തി. ബച്ചേ കാമ്പർ ജാരഹി എന്ന് പറഞ്ഞ കവിതയിൽ വന്ന ഭയാനക പങ്ക്തി. പങ്ക്തി എന്ന് പറഞ്ഞാൽ വരിയാണ്, ഭയാനക എന്ന് പറഞ്ഞാൽ ഭയപ്പെടുത്തുന്ന എന്നുള്ളതാണ്, അതാണ് വിശേഷണം. അടുത്ത ദുരൂഹ ചക്രവ്യൂഹ് നമ്മൾ പറഞ്ഞു, ദുരൂഹം എന്ന് പറയുന്നതാണ്. അടുത്ത ഖറാബ് പാനി. അത് നമ്മൾ ടാക്കൂർ കാക്കു എന്ന പാഠത്തിലാണ്. ഖറാബ് പാനി. പാനി എന്ന് പറഞ്ഞാൽ വെള്ളമാണ്, ഖറാബ് എന്ന് പറഞ്ഞാൽ ചീത്തയായ എന്നാണ്. ഓക്കെ, അപ്പോൾ ചീത്തയായ എന്ന് പറഞ്ഞ വിശേഷണം. ദുന്ദുലി രോഷ്നി. അത് നമ്മൾ ടാക്കൂർ കാക്കുക എന്ന് പറയുന്ന പാഠത്തിൻ്റെ അകത്ത് കിണറിൻ്റെ അടുത്തേക്ക് രണ്ട് സ്ത്രീകൾ മണ്ണെണ്ണ വിളക്കുമായി വരുന്ന സമയത്ത് പറയുന്ന ദുന്ദുലിസി പ്രകാശ്. രോഷ്നി എന്ന് പറഞ്ഞാൽ പ്രകാശം. ദുന്ദുലീസി എന്ന് പറഞ്ഞാൽ മങ്ങിയ. അപ്പോൾ നല്ല വെളിച്ചമുണ്ട്, സ്ട്രോങ് വെളിച്ചമുണ്ട്, മങ്ങിയ വെളിച്ചമുണ്ട്. ഒക്കെ അപ്പോൾ നമ്മൾ ദുന്ദുലി രോഷ്നിൻ്റെ അകത്ത് ദുന്ദുലി എന്ന് പറയുന്നതാണ് വിശേഷണം. അപ്പോൾ ഇങ്ങനെ രണ്ട് വാക്കുകൾ തന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് പെട്ടെന്ന് അർത്ഥം മനസ്സിലാക്കിയില്ലെങ്കിലും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ആദ്യം തരുന്ന വാക്കാണ് നമുക്ക് വിശേഷണമായിട്ട് വരുന്നത്. പക്ഷേ ഇങ്ങനെ വാക്ക് നമ്മൾ തന്നാൽ എന്ത് ചെയ്യും? ഇവിടെ നമ്മളൊരു ചോദ്യം ചെയ്യുകയാണ്. വിശേഷൺ ശബ്ദ ചുൻകർ ലിഖേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ 4 വാക്ക് തന്നാൽ നമ്മൾ അതിൽ നിന്ന് ഇവിടെ ഒരു വാക്ക്, ഇവിടെ ഒരു വാക്ക്, ഇവിടെ ഒരു വാക്ക്, ഇവിടെ ഒരു, അങ്ങനെയാകുമ്പോൾ നമ്മൾ എങ്ങനെ അർത്ഥം എഴുതിക്കും? അല്ലെങ്കിൽ നമ്മളെങ്ങനെ വിശേഷണം തിരഞ്ഞെടുത്തും? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് വിശേഷണം എന്നുള്ളത്. 2 വാക്ക് തന്നാൽ ആദ്യത്തേതാണ് എന്ന് കുറുക്ക് വഴി മാത്രം പഠിച്ചു വെച്ചാൽ അപകടങ്ങൾ സംഭവിക്കും. അതായത് ഏതെങ്കിലും വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ സ്ഥലത്തിൻ്റെയോ സാധനത്തിൻ്റെയോ ക്വാളിറ്റി, അത് ഗുഡാവട്ടെ ബാഡാവട്ടെ മറ്റെന്തെങ്കിലും ഭാവങ്ങളാട്ടെ, അത് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഡ്ജക്റ്റീവ് അഥവാ വിശേഷണം എന്ന് പറയുന്നത് കൃത്യമായി മനസ്സിലാക്കിയാൽ ഒറ്റവാക്ക് തന്നാലും 4 ഒറ്റവാക്ക് തന്നാലും നമുക്ക് കൺഫ്യൂഷൻ വരില്ല. ഉദാഹരണം നോക്ക്. കിതാബ് എന്ന് പറഞ്ഞാൽ പുസ്തകം, ഒരു വസ്തുവാണ്, നൗണാണ്. കലം എന്ന് പറഞ്ഞാൽ പേനയാണ്, നൗണാണ്. വീർബഹൂട്ടി എന്ന് പറഞ്ഞാൽ ജീവിയാണ്, നൗണാണ്.
എന്നാൽ മുലായം എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് എന്നാണ്. സോഫ്റ്റ് എന്ന് പറഞ്ഞൊരു ജീവി ഭൂമിയിലില്ല, ഒരു സാധനം ഇല്ല. അപ്പോൾ അതൊരു വസ്തുവിൻ്റെ ക്വാളിറ്റി പറയാൻ ഉപയോഗിക്കുന്ന വാക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇതിൽ നമ്മൾ മുലായം എന്നുള്ളതാണ് അതിൻ്റെ ശരി. ഓക്കെ, മുലായം എന്ന് പറയുന്നതാണ് അതിൻ്റെ ശരിയായ വാക്ക്. ഓക്കെ മക്കളെ, മുലായം എന്ന് പറയുന്നതാണ് അതിൻ്റെ ശരിയായ വാക്ക്. ഓക്കെ, അങ്ങനെയാണ് രണ്ടാമത്തത് നോക്കൂ. മസ്ബൂത്ത് ഉറപ്പുള്ളത്, ഘോഡ കുതിര, ബച്ച കുട്ടി, പത്തർ കല്ല്. പത്തർ ഒരു വസ്തുവാണ്, നൗണാണ്. ബച്ച കുട്ടി ഒരു നൗണാണ്. ഘോഡ കുതിര ഒരു ജീവിയാണ്, നൗണാണ്. അങ്ങനെ മസ്ബൂത്ത് ഉറപ്പുള്ളത് എന്ന് പറയുന്ന ഒരു സാധനമോ ജീവിയോ അല്ല. അപ്പം അതൊരു എന്തെങ്കിലും വ്യക്തിയുടെ വസ്തുവിൻ്റെ ഒക്കെ ക്വാളിറ്റി പറയാൻ ഉപയോഗിക്കുന്ന വാക്കാണ്. അപ്പം നമുക്ക് അതിനകത്ത് മസ്ബൂത്ത് എന്ന് പറയുന്നതാണ് ശരിയായ അഡ്ജക്റ്റീവ്. അടുത്ത ചോദ്യം എങ്ങനെയാണ്? പേട് എന്ന് പറഞ്ഞാൽ വൃക്ഷം, ഗാസ് എന്ന് പറഞ്ഞാൽ പുല്ല്, നീല എന്ന് പറഞ്ഞാൽ നീല കളർ, ദവാത്ത് എന്ന് പറഞ്ഞാൽ മഷിക്കുപ്പി. ദവാത്ത് എന്ന് പറഞ്ഞാൽ മഷിക്കുപ്പി നൗണാണ്. നീല എന്ന് പറഞ്ഞാൽ ഒരു കളറാണ്. കളറ് നമുക്ക് നീല എന്ന് പറയുന്നൊരു സാധനമില്ല, ഏതെങ്കിലും വസ്തുവിൻ്റെ കളറാണ് നീല എന്നുള്ളത്. അപ്പോൾ ഇതെന്താണ്? നീല എന്നുള്ളതാണ് ഇതിൻ്റെ വിശേഷണം. ഗാസ് എന്ന് പറയുന്നത് പുല്ലാണ്, അത് നൗണാണ്. പേട് എന്ന് പറഞ്ഞാൽ വൃക്ഷമാണ്, ഒരു നൗണാണ്. അടുത്തത് ബഗീച്ച എന്ന് പറഞ്ഞാൽ പൂന്തോട്ടം, ദുനിയ എന്ന് പറഞ്ഞാൽ ലോകം, ലേക്കിൻ എന്ന് പറഞ്ഞാൽ എന്നാൽ, സാര എന്ന് പറഞ്ഞാൽ മുഴുവൻ. ഇതിലേതാണ് വരിക? ഇവിടെ നോക്കൂ, ബഗീച്ച എന്ന് പറഞ്ഞാൽ പൂന്തോട്ടം നൗണാണ്, ദുനിയ ലോകം നൗണാണ്, ലേക്കിൻ എന്ന് പറഞ്ഞാൽ ബട്ട് എന്നാണ്, പക്ഷേ എന്നാണ് സഹായക്രിയയാണ്, സാര എന്ന് പറഞ്ഞാൽ മുഴുവൻ, കുറച്ച്, കൂടുതൽ എന്നൊക്കെ നമ്മൾ പറയാൻ വേണ്ടി ഉപയോഗിക്കില്ലേ? അപ്പോൾ കുറച്ച് ആളുകൾ, കൂടുതൽ ആളുകൾ എന്നൊക്കെ പറയുന്ന ആളുകളെ വിശേഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ഉപയോഗിക്കും, അല്ലെങ്കിൽ മുഴുവൻ എന്ന് ഉപയോഗിക്കും. അപ്പോൾ സാര എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എന്താണ്? വിശേഷണമാണ്, അഡ്ജക്റ്റീവാണ്. ഇനി അടുത്തത് നോക്കൂ മക്കളെ. ഗേന്ദ് പന്ത്, ഖിലൗന കളിപ്പാട്ടം, കാല കറുപ്പ്, ദീമക് എന്ന് പറഞ്ഞാൽ ചിതൽ എന്നാണ്. ദീമക് ചിതൽ ഒരു നൗണാണ്. കാല എന്ന് പറഞ്ഞ് കറുപ്പ് കളറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കളറായതുകൊണ്ട് കാല എന്നുള്ളത് വരും. അടുത്തത് ഖിലൗന എന്ന് പറഞ്ഞാൽ ടോയ്സ് ആണ്, കളിപ്പാട്ടമാണ്, നൗണാണ്. അടുത്തത് ഗേന്ദ് എന്ന് പറഞ്ഞാൽ പന്ത് എന്നാണ്, പന്ത് നൗണാണ്. അടുത്തത് നോക്കുമ്പോൾ ബൂഡ എന്ന് പറഞ്ഞാൽ വൃദ്ധനായത്, ബൂഡ വൃദ്ധൻ. മല്ലാഹ് തോണിക്കാരൻ. അബ്ദുൽ ജബ്ബാർ ഒരാളുടെ പേര്. തഹമത്ത് ലുങ്കി. ഇവിടെ തഹമത്ത് എന്ന് പറഞ്ഞാൽ ലുങ്കിയാണ്, അതൊരു നൗണാണ്. അബ്ദുൽ ജബ്ബാർ ഒരാളെ പേരാണ്. മല്ലാഹ് എന്നുള്ളത് തൊഴിലിൻ്റെ പേരാണ്. പക്ഷേ വൃദ്ധൻ എന്നുള്ളത് എന്താണ്? ഒരു മനുഷ്യൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അത് വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ബൂഡ എന്നുള്ളതാണ് വിശേഷണ ശബ്ദം. ഇങ്ങനെ നമുക്ക് ഒറ്റയ്ക്ക് വാക്ക് തന്നാൽ ഏതും നമുക്ക് കണ്ടാൽ ഓർമ്മ ഉണ്ടാവണം. അടുത്തത് നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്ന മറ്റൊരു ചോദ്യമാണ്. ആ ചോദ്യം വളരെ കൺഫ്യൂസ്ഡ് ആകുന്നതാണ്. നമ്മൾ പെട്ടെന്ന് നമ്മൾ ഉത്തരം തെറ്റ് ചെയ്താൻ സാധ്യതയുണ്ട്. ചോദ്യം ഇങ്ങനെയാണ്. കോൺസ വിശേഷൻ, ഏതൊരു അഡ്ജക്റ്റീവ് ആണോ വീർബഊട്ടിക്കാ നഹീഹേ, വീർബഊട്ടിയുടെ അല്ലാത്ത വിശേഷണം ഏത്? അപ്പോൾ അതിൻ്റെ അർത്ഥം താഴെ തന്ന 4 വിശേഷണമാണെന്നാ. അപ്പം നമ്മൾ വിശേഷണങ്ങളെ പഠിച്ച് ശീലിച്ചുകൊണ്ട് പെട്ടെന്ന് മുലായം കാണുന്ന സമയത്ത് നമ്മൾ അത് എഴുതി വെക്കും. മുലായം ഒരു വിശേഷണമാണല്ലോ, ചോദിച്ചത് കോൺസാ വിശേഷൻ എന്നല്ലേ, നമ്മൾ മുന്നോട്ടേക്ക് വായിച്ചില്ല. ചതി ഇവിടെയാണ് കിടക്കുന്നത്. കോൺസാ വിശേഷൻ വീർബഊട്ടിക്ക നെഹിഹേ, വീർബഊട്ടിയുടേത് അല്ലാത്ത വിശേഷണം ഏതെന്ന ചോദ്യം. 4 വിശേഷണമാണ്. അപ്പം നമ്മൾ പഠിച്ച് ശീലിച്ച് പോകുന്ന പെട്ടെന്ന് നമ്മൾ മുലായം എഴുതി പോരും. മുലായം എന്ന് പറഞ്ഞാൽ വിശേഷണമാണ്, അങ്ങോട്ടൊന്നും ഞാൻ നോക്കാൻ പോയില്ല. അങ്ങനെയല്ല, വീർബഊട്ടിയുടേത് അല്ലാത്ത വിശേഷണം അതാണ്. മുലായം വീർബഊട്ടിയുടെ വിശേഷണമാണ്, സോഫ്റ്റ് എന്ന് പറയുന്നത്. ഗദ്ബതി ഗ്ലൈസിംഗ് ഉള്ളത് എന്ന് പറഞ്ഞാൽ വീർബൌട്ടിയുടെ വിശേഷമാണ് അല്ലേ. പിന്നെ എന്ന് പറഞ്ഞാൽ സുർക്ക് എന്ന് പറഞ്ഞാൽ ചുവന്നത് വീർബൌട്ടിയുടെ വിശേഷമാണ്. അപ്പോൾ ബൈങ്കനി വയലറ്റ് എന്ന് പറയുന്നത് എന്താണ്? വീർബൌട്ടിയുടെ വിശേഷണമല്ല, വീർബൌട്ടി വയലറ്റ് കളർ അല്ല. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇങ്ങനെ മക്കളെ നമുക്ക് വിശേഷൺ ശബ്ദ് കോൺസാ എന്ന ചോദ്യം വന്നാൽ 2 വാക്ക് തന്നാലോ ഒറ്റയ്ക്ക് വാക്ക് തന്നാലോ വിശേഷണം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയ ഒരു കുട്ടിയെ സംബന്ധിച്ചോളം ഒരു കാരണവശാലും നമുക്ക് തെറ്റിപ്പോവില്ല, നമുക്ക് ഫുൾ മാർക്ക് സ്വന്തമാക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും തരാം. ബൈ.